ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആമസോൺ നമുക്ക് നേരിട്ട് വരുന്ന മറ്റൊരു സിമ്പിൾ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരിക HR ആയിട്ടാണ്. അപ്പോൾ HR നേരിട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. HR എന്ന് പറഞ്ഞിട്ട് നമുക്ക് വലിയ MBA ഡിഗ്രിയോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല. ഇവിടെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ഫ്രം ഹോം ജോബാണ്. നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് ഇതിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ജോബ് പോസ്റ്റ് വരുന്നത് എന്താ വെച്ചാൽ HR ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, അതായത് ആമസോണിലുള്ള ആൾക്കാർക്ക്, അതായത് വർക്കേഴ്സിന് നമ്മൾ ഹെൽപ്പ് കൊടുക്കുകയാണ് ഇവിടെ വേണ്ടത്. അതായത് അവർ നമ്മളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുക. അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ പേയ്മെന്റിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മളോട് പറയും. അത് നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അവരുടെ സാലറി സ്ലിപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്തിട്ട് അവർക്ക് ഡീറ്റെയിൽ കൊടുക്കുക. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രശ്നം സംഭവിച്ചത്, അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ അവർക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നെസസറി ആയിട്ടുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അവരുടെ വർക്ക് കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ജോബും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ആമസോൺ ആയി തന്നെ നല്ല രീതിക്കുള്ള സാലറി പാക്കേജ് അറൌണ്ട് 4 lakh അബവ് നമുക്ക് ആനുവൽ ഇൻകം തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഒരു സിമ്പിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഫ്രഷേഴ്സിനെ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിനെ പറ്റിയുള്ള ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽ എങ്ങനെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് നമ്മളെ കീ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് കണ്ടിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി. അപ്പോൾ ഗൈസ്, നമ്മൾ ജോബ് പോസ്റ്റ് വരുന്നത് MHLS അസോസിയേറ്റ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്ക് ഫ്രം ഹോം ജോബാണ്. നമുക്ക് ജോബ് ഹൈലൈറ്റ് ഒന്ന് നോക്കി നോക്കാം. ബാച്ചിലേഴ്സ് ഓർ മാസ്റ്റർ ഡിഗ്രി വിത്ത് 0 to 10 years. അതായത് നമുക്ക് എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടായാൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ കോൺടാക്ട് ഇയേഴ്സ് ഇൻ കോൺടാക്ട്സിന്റെ ഓക്കെ HR ആയിട്ടാണ്. ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് കുറച്ച് ഫ്ലുവൻസി കാര്യങ്ങളൊക്കെ വേണം. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് സംസാരിക്കുക കാര്യങ്ങളൊക്കെ അറിയണം. ഓക്കെ, ആ ഒരു ഐഡിയ വേണം. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹാൻഡിൽ ലൈവ് കോൺടാക്ട്സ്, റിസോൾവ് ഇൻക്വയറീസ്, ബിൽഡ് കസ്റ്റമർ ട്രസ്റ്റ്, മെയിൻറ്റെയിൻ പെർഫോമൻസ് മെട്രിക്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കുക. പിന്നെ നമുക്ക് ഒന്നും കൂടി അതിന്റെ റെസ്പോൺസിബിലിറ്റി ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളെ കേരള അവൈലബിൾ ആണ്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരള, വെസ്റ്റ് ബംഗാൾ. ഓക്കെ, അപ്പോൾ കേരള അവൈലബിൾ ആണ്, നമുക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സാലറി കാര്യങ്ങളൊക്കെ 4.62 lakh per annum ആണ്. പിന്നെ നമ്മൾ താഴെ പോയി കഴിഞ്ഞാൽ അബൌട്ട് ആമസോൺ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കീ റെസ്പോൺസിബിലിറ്റീസ് നോക്കിയൊക്കെ എന്തൊക്കെയാണ് നമ്മളെ റെസ്പോൺസിബിലിറ്റീസ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഹാൻഡിൽ എ ഹൈ വോളിയം ഓഫ് ലൈവ് കോൺടാക്ട്സ് primarily through the phone call and potentially chat, taking ownership in ensuring each interaction is resolved with a high degree of problem solving and customer obsession. ഓക്കെ, അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന്റെയും പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെയും നമ്മൾ എന്ത് ചെയ്യണം, ക്യൂരീസ് കാര്യങ്ങളൊക്കെ തീർത്തു കൊടുക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ റിസോൾവ് ഇൻക്വയറീസ് ഹോളിസ്റ്റിക്കലി ബൈ റെഫറിംഗ് ടു അവൈലബിൾ ഡോക്യുമെന്റേഷൻ സച്ച് ആസ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. അതായത് റെഫർ ചെയ്യാൻ വേണ്ടി അവർ കുറേ അധികം ഇൻഫർമേഷൻ നമുക്ക് തരും. അത് നമ്മൾ ക്ലിയർ ആയിട്ട് വാലിഡേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ആൻസർ കൊടുക്കാൻ. പിന്നെ ബിൽഡ് കസ്റ്റമർ ട്രസ്റ്റ് ത്രൂ എംപതി, പേഴ്സണലൈസ്ഡ് കോൺവെർസേഷൻ ബൈ അസിസ്റ്റിംഗ് ആൻഡ് അഡ്ജസ്റ്റിംഗ് റെസൊല്യൂഷൻ പ്ലാൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ടു ഈച്ച് എംപ്ലോയീസ് ചേഞ്ചിങ് നീഡ് ഡ്യൂറിംഗ് ലൈവ് ഇന്ററാക്ഷൻ. പിന്നെ റെസ്പോൺസ് പ്രോംപ്റ്റ്ലി ടു എംപ്ലോയീസ് അർജന്റ് ഇഷ്യൂ സച്ച് ആസ് റൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡോക്യുമെന്റേഷൻ ഒക്കേഴ്സ് ഈവൻ വെൻ ഇൻഫർമേഷൻ ഈസ് ലിമിറ്റഡ്. ഓക്കെ, ഇൻഫർമേഷൻ ലിമിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ ആൻസർ കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ യൂസ് ഹൈ ജഡ്ജ്മെന്റ്, ക്രിട്ടിക്കൽ തിങ്കിങ്, അതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ്. പിന്നെ കൺസിസ്റ്റന്റ്ലി കൺസൾട്ട് ആൻഡ് കൊളാബറേറ്റ് വിത്ത് പാർട്ട്ണർ ടീം. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ടീമുമായിട്ട് നമ്മൾ കോർഡിനേഷനിലാണ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. മെയിൻറ്റെയിൻ ഹൈ പെർഫോമൻസ് മെട്രിക്സ് ഇൻ സച്ച് ഏരിയ ഓഫ് കോൺടാക്ട് ഹാൻഡ്ലിംഗ്, ടൈം, ഫസ്റ്റ് കോൺടാക്ട് റെസൊല്യൂഷൻ ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സ്കോർ. പിന്നെ നമുക്ക് നമ്മളെ വർക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ബേസിക് ആയിട്ട് വേണ്ട ക്വാളിഫിക്കേഷൻസ് നോക്കിയോക്കാം. എന്തൊക്കെ ക്വാളിഫിക്കേഷൻ നമുക്ക് ഈ ഒരു ജോബിന് വേണ്ടി വേണ്ടതെന്ന്. മസ്റ്റ് ഹാവ് എ ബാച്ചിലർ ഡിഗ്രി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബാച്ചിലർ ഡിഗ്രി നിങ്ങൾക്ക് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും മാറ്റർ ഇല്ല. പിന്നെ നിങ്ങൾ ഫ്ലുവന്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു ജോബ് എടുത്താലും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇന്റർനെറ്റ് കണക്ഷൻ വേണം. നല്ല രീതിക്കുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷൻ വീട്ടിൽ ആവശ്യമാണ് ഇത് ഈ ഒരു ജോബ് നമുക്ക് ചെയ്യണമെങ്കിൽ. ഓക്കെ, പിന്നെ പ്രിഫേർഡ് ക്വാളിഫിക്കേഷൻ, അതായത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ക്വാളിഫിക്കേഷൻസ്. ഓക്കെ, പക്ഷേ എന്തെങ്കിലും നന്നുള്ള ക്വാളിഫിക്കേഷൻസ് അവർ കൊടുത്തിട്ടുള്ളത് 5 years ഓഫ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ബേസിക് US ലെജിസ്ലേഷൻ, ലീവ് ഓഫ് ആബ്സെൻസ് ആൻഡ് അക്കോമഡേഷൻ നോളജ്, അതിനെ പറ്റിയുള്ള ഒരു നോളജ് വേണം. പിന്നെ നോളജ് ഓഫ് US ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ലീവ്
ആൻഡ് ഡിസബിലിറ്റി ലോസ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എക്സ്പീരിയൻസ് ഇൻ പ്രൊവൈഡിങ് കൺസൾട്ടേഷൻ, അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് ജോബിലേക്ക് എൻ്റർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതിനെ പറ്റി ഒന്ന് വാലിഡേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജോബാണ്. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ വീക്ക്ലി ഓഫ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ നൗക്കറിയിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്ലൈ നൗ ഓൺ കമ്പനീസ് ആയിട്ട് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ പോർട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നിങ്ങൾ ഐ എം നോട്ട് എ ബോട്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു ഫോട്ടോന്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിക്ക് നിങ്ങൾ വിസിബിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മൾ നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജോബിന് വേണ്ട രജിസ്ട്രേഷൻ ഫോം വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഹൗ ഡിഡ് യു ഫൈൻഡ് ഔട്ട് ദ ജോബ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എവിടെയോ കണ്ടുവെച്ചാൽ അങ്ങനെ കൊടുക്കുക. പിന്നെ നമ്മളെ ഫുൾ നെയിം, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ആൾട്ടർനേറ്റ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ജെൻഡർ, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ്. അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. പിന്നെ കുറച്ച് അതർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കിയിട്ട് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ കാര്യങ്ങളൊക്കെ കൊടുക്കുക. സിമ്പിൾ ആയിട്ടുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻ തന്നെ അവർ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ റെസ്യൂം സബ്മിറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ടൈലേർഡ് ആയിട്ട് നിങ്ങൾ ഒരു റെസ്യൂം ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ റെസ്യൂം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള റെസ്യൂം ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അപ്ലോഡ് ചെയ്യുക. പിന്നെ ഫോട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ക്ലിയർ ആയിട്ട് നിങ്ങൾ കാണുന്ന ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടിയിൽ വന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ആണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫർദർ ആയിട്ടുള്ള അസസ്മെന്റ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് പേഴ്സണൽ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ലൈവിലൂടെ നമുക്ക് ഉണ്ടാവുന്നതാണ്. അതൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജോബിൽ എൻ്റർ ആവുന്നതാണ്. നല്ല സാലറി പാക്കേജിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പം താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ട്രൈ ഓൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഫ്രഷർ ആയിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ലിമിറ്റഡ് ആയിട്ടുള്ള വേക്കൻസിയാണേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.